ഈ പറയുന്നത് ഞങ്ങൾ ആദ്യത്തെ വിന്റർ ഹൈക്കിനെ കുറിച്ചാണ്, അഥവാ ഞങ്ങൾ ചെയ്ത ഏറ്റവും ടഫസ്റ്റ് ഹൈക്ക്. രാവിലെ 4 മണിക്ക് തുടങ്ങി സൺറൈസ് ആകുമ്പോത്തിന് മുകളിലെത്താന്ന് കരുതിയ ഞങ്ങൾക്കറിയാം അടിയിൽ നിന്ന് സ്നോ തുടങ്ങുന്നുണ്ടെന്ന്. മലന്റെ കാൽഭാഗം എത്തിയപ്പോത്തിന് സൂര്യൻ വന്ന് തുടങ്ങി. പക്ഷെ അപ്പോഴൊന്നും ലോവർ മെയിൻലാൻഡ് ഏറ്റവും ടഫസ്റ്റ് ഹൈക്കിന്റെ സ്ക്രാംബ്ലിംഗ് പാർട്ട് തുടങ്ങിയിട്ട് പോലും ഇല്ല. സമ്മറിന് ആൾക്കാർ കയറാൻ കഷ്ടപ്പെടുന്ന സൂപ്പർ ഹാർഡായി ഹൈക്ക് തെരഞ്ഞെടുത്തത് പാളിപ്പോയോ ഞങ്ങൾക്കും സംശയമുണ്ട്. കാരണം സ്നോ ഉണ്ടാകുമ്പോൾ അധികാരം ഇതിന്റെ മുകളിൽ കയറാൻ ധൈര്യം കാണിക്കില്ല. ആരെങ്കിലും ഈ പരിപാടിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകാതൊക്കെ പ്ലസ് നിങ്ങളൊപ്പമുള്ള ആൾക്കാർ വളരെ ഫിറ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അങ്ങനെ നല്ലോണം കഷ്ടപ്പെട്ട് ആരും കയറാത്ത സ്നോയിലൂടെ ഞങ്ങൾ മുകളിലെത്തി. കഴിഞ്ഞ വർഷം ഈ പരിപാടിനെ ഒറ്റയ്ക്ക് തീർക്കാൻ നോക്കി അവസാനം ടോപ്പിലെത്തുന്നതിന്റെ തൊട്ട് മുന്നേ മഞ്ഞു മൂടി തിരിച്ചിറങ്ങേണ്ടി വന്ന എനിക്ക് ഇത് തീർക്കൽ പേഴ്സണൽ മാറ്റർ. അത് ഇവരെ കൊണ്ട് മാത്രം നടന്നാണ്. We are heading back down after the summit. Climbing up was so difficult, you can see the steep, but going down is not that hard. Let's go. Okay, let's go. Yo! Right. ഇനി ഇതിന്റെ ഡ്രോൺ ഫുട്ടേജ് കൂടെ കണ്ടോക്കി.